ഏറ്റവും നമ്മുടെ സിനിമയുടെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയുടെ രണ്ട് മുഖങ്ങൾ എന്ന് പറയുന്ന ആ രണ്ട് വ്യക്തികൾ മമ്മൂട്ടിയും മോഹൻലാലും അവരുടെ അഭിപ്രായം എന്താണ്, അവരുടെ പിന്തുണ എത്രത്തോളമാണ്, അവരുടെ നിലപാട് എന്താണെന്ന് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. ഞാൻ കാത്തിരിക്കാൻ നമുക്ക് അങ്ങോട്ട് പറയാവോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാണ്. എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു. എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? എന്റെ കാര്യങ്ങൾ ഒരു പ്രാണി പോലും അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ നോട്ടീസ് അടിച്ച് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യുകയാണല്ലടാ ദ്രോഹി. പക്ഷെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ, മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയൂ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ ഉത്തരം പറ. പ്രതികരിക്കരുത്, കേസുമായിട്ട് മുന്നോട്ട് പോകരുത്, ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും, എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല, എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എൻ്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡായിരിക്കുമോ മമ്മൂക്ക എടുക്കുന്നത്? നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഒന്നരമായിരിക്കുന്നു, വെറുതെ പറയണമെന്നായിരിക്കരുത്. വണ്ടർഫുൾ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി സാൻഡ്രയുടെ ഇഷ്ടം പോലെ, ഇനി അതിനകത്ത് ഇനി ഞാനൊന്നും പറയുന്നില്ല, ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. സിനിമാ നടന്മാർ അഹങ്കാരികളാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തിരുന്നൊരു സിനിമയുണ്ടായിരുന്നു, ആ സിനിമയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. അയാൾ അങ്ങനെ പറഞ്ഞു, എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. സിനിമയിൽ സൽഗുണ സമ്പന്നൻ, ജീവിതത്തിൽ മഹാപോക്രികളും അല്ലേ, പിന്നെ പണം മുടക്കുന്ന ഒരു നിർമ്മാതാവിനെ അയാൾ തല്ലുവോ? ഇത്രയേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞുള്ളൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നെ ഇവിടുന്ന് തുടച്ചു മാറ്റാനായിട്ടാണ് എല്ലാവരും കൂടെ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ അദ്ദേഹത്തിനോട് വ്യക്തമായിട്ട് പറഞ്ഞു. ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ പിന്നോട്ടില്ല, ഞങ്ങളെ മുന്നോട്ട് തന്നെ. മമ്മൂട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തതെന്നാണ് ചിന്തിച്ചത്? എന്താ തോന്നിയത് സാന്ദ്രയ്ക്ക്? അതിന്റെ ഉത്തരം ഞാൻ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ വീട്ടുപണി എടുക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ സ്റ്റാൻഡല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എന്നോട് പറഞ്ഞതും അതാണ്, എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. മോഹൻലാലിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ലാലേട്ടൻ എന്നോട് ഈ വിഷയത്തിൽ എന്നോട് പ്രതികരിച്ചിട്ട്, പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാറില്ല. അതൊരു മാന്യനാണല്ലോ. അതെ, അദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുന്ന ആയിട്ടുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട്, അവരൊക്കെ പൂർണ്ണ പിന്തുണ തന്നിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്, ധൈര്യമായിട്ട്. എന്തിനാണ് ഞാനിങ്ങനെ തുറന്നു കാണിക്കുന്നതെന്നും ആൾക്കാർക്ക് സംശയം തോന്നാം. പക്ഷെ അത് മനസ്സിലാക്കിയിരിക്കണം ആളുകൾ, എന്താണ് ഈ പറയുന്ന നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളുടെ പുറകിലുള്ള അവരുടെ ട്രൂ കളർ എന്താണെന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കിയിരിക്കണം. ചില മുഖം മൂടികൾ അഴിഞ്ഞു വീണു ഗോപാല തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു.